നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ കമ്പനിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ ഷിപ്പിംഗ് ഭീമനായ MSC വാങ്ങിയതിൽ ദുരൂഹത. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. ഈ അനുമതി അദാനി നേടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. കാരണം അദാനിയും കേരള സർക്കാരും മാത്രമാണ് കരാറിലുള്ളത്. ഇപ്പോൾ ഇറ്റാലിയൻ കമ്പനിയായ MSCക്ക് ഓഹരികൾ നൽകി തടി തപ്പിയിരിക്കുകയാണ് അദാനി ചെയ്തിരിക്കുന്നത്. ഏകദേശം 14,000 കോടി രൂപയ്ക്കാണ് ഷെയറുകൾ അദാനി വിറ്റഴിച്ചിരിക്കുന്നത്. ഇല്ലാത്ത ഒരു വിദേശ കമ്പനിക്ക് എങ്ങനെ അദാനി ഷെയറുകൾ കൈമാറും എന്ന ചോദ്യം ഇപ്പോഴേ അന്തരീക്ഷത്തിലുണ്ട്. അദാനിയുടെ ചെയ്തികൾ നിയമാനുസൃതമാണോ എന്ന കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുമുണ്ട്. കേരള സർക്കാരും അദാനി പോർട്ടും തമ്മിലുള്ള കരാർ ലംഘനമാണോ നടന്നിരിക്കുന്നത് എന്ന് സർക്കാർ നടത്തുന്ന പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കരാർ ഭേദഗതി വേണമെങ്കിൽ മന്ത്രിസഭയുടെ അംഗീകാരം വേണ്ടിവരും. നിലവിൽ വിഴിഞ്ഞം തുറമുഖം ഷിപ്പിംഗ് ഭീമനായ MSCക്ക് കൈമാറുകയാണ് അദാനി ചെയ്തിരിക്കുന്നത്. അദാനി കമ്പനിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെട്ട വിഴിഞ്ഞം കരാർ പ്രകാരം 25%-ലധികം ഓഹരി കൈമാറ്റം, ഡയറക്ടർമാരുടെ മാറ്റം എന്നിങ്ങനെ ഉടമസ്ഥത കൈമാറ്റം ആയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ കരാർ ലംഘനമുണ്ടോ എന്ന സംശയം ശക്തമാണ്. എന്നാൽ ഓഹരി കൈമാറ്റം നടക്കുന്ന വിവരം അദാനി സർക്കാരിനെ അറിയിച്ചിട്ടില്ല. ഓഹരി കൈമാറ്റം വേണമെങ്കിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ച് സർക്കാരിന് ശുപാർശ ചെയ്യണം. ഇത് വിഴിഞ്ഞത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ നടന്നിട്ടില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അതായത് ഈ ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമായി മാറാനും സാധ്യതയുണ്ട്. വിഴിഞ്ഞം പോലുള്ള തുറമുഖമായതിനാൽ ദേശ സുരക്ഷയുടെ പ്രശ്നം കൂടി ഇതിലുണ്ട്. ഒരു ഇറ്റാലിയൻ കമ്പനിയാണ് വിഴിഞ്ഞത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതും ഓർക്കേണ്ടതുണ്ട്. ഇതേ സുരക്ഷ മുന്നിൽ നിർത്തിയാണ് ചൈനീസ് കമ്പനിക്കും ദുബായ് പോർട്ടിനും കേന്ദ്ര സർക്കാർ വിഴിഞ്ഞത്ത് അനുമതി നിഷേധിച്ചത്. ഇതേ പ്രശ്നം ഇറ്റാലിയൻ കമ്പനിക്കും ബാധകമല്ലേ എന്ന ചോദ്യവുമുണ്ട്. വിഴിഞ്ഞം അദാനിയുടെ കൈകളിൽ തന്നെയാണെങ്കിലും 40 വർഷം കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിന് തന്നെ തിരികെ നൽകേണ്ടതാണ്. 70 വർഷം വരെ നടത്തിപ്പ് ചുമതല അവർക്ക് ഏറ്റെടുക്കാം എന്ന് മാത്രം. ഇതിന്റെ ലാഭവിഹിതം സംസ്ഥാന സർക്കാരുമായി പങ്കുവെക്കേണ്ടതുമുണ്ട്. കരാറിൽ ഇല്ലാത്ത ഒരു കമ്പനിക്ക് വിഴിഞ്ഞത്തിന്റെ ഉടമസ്ഥത അവകാശം വന്ന വിചിത്രമായ കാര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. വിഴിഞ്ഞം തുറമുഖം കമ്പനിയിൽ ഓഹരി കൈമാറ്റം വന്നതിനാൽ പുതിയ കരാർ ഉണ്ടാക്കേണ്ട പ്രശ്നവും സർക്കാരിന് മുന്നിലുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഉന്നതതല പരിശോധന ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുമുണ്ട്. അവസാനഘട്ട കരാർ പ്രകാരം 2028 ഡിസംബറിലാണ് വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കേണ്ടത്. അതിനിടയിൽ തന്നെ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ പകുതി ഓഹരികൾ വിദേശ കമ്പനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുക തന്നെ ആണ് ചെയ്യുന്നത്.